അപ്പോൾ നമുക്ക് സത്യത്തിൽ ഒരു ടെൻഷൻ ചെയ്യുന്നുണ്ടോ. ഞാനൊന്നും അങ്ങോട്ട് നോക്കിയതേ ഇല്ല. ഞങ്ങൾക്ക് എന്താ പറയുക, അവിടുത്തെ ചേച്ചിമാരൊക്കെ ആയിട്ട് അവൾ പെട്ടെന്ന് കൂട്ടായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞത് നിലക്കുട്ടിയുടെ കാത് കുത്താൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയിലാണുള്ളത്. എന്നിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മയുണ്ട്, അമ്മമ്മ ഉണ്ട്. നിലക്കുട്ടി അത് അവിടെ എന്തോ ചിന്തിച്ചിരിക്കുന്നുണ്ട്. അവൾ ചിന്തയിലാണ്. അപ്പോൾ കാത് കുത്താൻ പോണേൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനൊരു എന്താ പറയുക, അവള് കാത് കുത്തി കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് എനിക്ക് ആ ടെൻഷനും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. ഇനി ജ്വല്ലറിയിൽ എത്തിയിട്ട് ഉണ്ണേട്ടാണെങ്കിൽ ഭയങ്കര താല്പര്യമാണ് കാത് കുത്താൻ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കാത് കുത്തണ്ട അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെയിനും കാര്യങ്ങളും, അതായത് കുറച്ചും കൂടി അറിവ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആവുമെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം കാത് കുത്താനുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ നമ്മൾ മഞ്ചേരി ജ്വല്ലറിക്ക് പോവാണ്. ബാക്കി നമുക്ക് ജ്വല്ലറിയിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള മഞ്ചേരിയിലെ ഓസ്മിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെത്തി. ഇനി നമ്മൾ അകത്തേക്ക് കയറി നോക്കുകയാണ്. അങ്ങനെ ഞങ്ങളൊക്കെ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. നിലക്കുട്ടിയാണെങ്കിൽ കാത് കുത്താനായിട്ട് നല്ല കട്ട വെയിറ്റിങ്ങിലാണ്. അവളുടെ ഫേസ് കാണുമ്പോൾ സത്യത്തിൽ നമുക്കൊരു എന്താ പറയുക, ഒരു പാവം തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവളുടെ കാതൊക്കെ ഒന്ന് എന്താ പറയുക, ഒരു സ്പ്രേ ഒക്കെ ചെയ്തു. ഇനി അടുത്തത് മാർക്ക് ചെയ്യാണ്. ഈ സ്പ്രേ ചെയ്തതിന് ശേഷം അവർ ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് എവിടെയാണോ കുത്തേണ്ടത് ആ ഒരു സ്ഥലം അവർക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മളെ കാണിക്കും. ആ ഒരു പൊസിഷൻ റെഡി ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവർ മാർക്ക് ചെയ്യുന്നത്. ആ മാർക്കിൽ തന്നെ അവരത് കുത്തും. അങ്ങനെ ഗണ്ണൊക്കെ കൊണ്ടുവന്ന് ആ ഒരു കമ്മൽ അതുമ്മ ഇട്ട് അവളെ എന്താ പറയുക കാത് കുത്തി. ആ ഒരു ഞെട്ടൽ കണ്ടപ്പോൾ നമുക്ക് സത്യത്തിൽ ഒരു ടെൻഷൻ ചെയ്യുന്നുണ്ടോ. ഞാനൊന്നും അങ്ങോട്ട് നോക്കിയതേ ഇല്ല. ഞാൻ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ആ കുത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അത് കണ്ടത്. അപ്പോൾ കണ്ടില്ലേ, നല്ല എന്താ പറയുക, ഒരു സന്തോഷമായിരുന്നു അവളുടെ ആ കാതിലെ കമ്മൽ കണ്ടപ്പോൾ. ആ ഒരു ഫസ്റ്റിൽ ആ ഒരു ഞെട്ടലും ചെറിയൊരു കരച്ചിലും അത് കഴിഞ്ഞപ്പോൾ അവൾ ഓക്കെ കിട്ടോ. അവിടുത്തെ എന്താ പറയുക, അവിടുത്തെ ചേച്ചിമാരൊക്കെ ആയിട്ട് അവൾ പെട്ടെന്ന് കൂട്ടായി. അവരോട് എടുത്ത് കുറേ കൊണ്ട് നടന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് ഭയങ്കര റിലാക്സ് ആയിട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് ഒരു അടിപൊളി കോഫി കൊണ്ട് തന്നു. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് കോഫി കുടിച്ചു. അങ്ങനെ നമ്മുടെ ഈ ഒരു നല്ലൊരു ഡേ, അതായത് ഞങ്ങളുടെ ഒരു മെമ്മറബിൾ ഡേ ആക്കി തന്ന ഓസ്മിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് താങ്ക് യു. ഈ ചേട്ടനായിരുന്നു അവളുടെ കാർഡ് കിട്ടിയത്. അവളിങ്ങനെ നോക്കി പീഡിപ്പിക്കുന്നതാണ് ഗെയ്സി കാണുന്നത്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ പോകുന്നത് അവൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കമ്മൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഗിഫ്റ്റ് കിട്ടിയതിൽ അവൾക്ക് കമ്മലുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു സ്റ്റഡ് വാങ്ങാൻ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റഡ് നോക്കി അത് സെലക്ട് ചെയ്യാണ്. ഇവിടെ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഒന്നാമത് നമുക്ക് ആ ടൈം കാര്യങ്ങളൊക്കെ വേഗം വീട്ടിൽ വരേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതാണ് ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കുഞ്ഞു സ്റ്റഡ്. നിലമോൾക്കായിട്ട് നമ്മൾ വാങ്ങിച്ചത് അതായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ അവളെ എടുത്തൊന്ന് സമാധാനിപ്പിച്ച് അങ്ങനെ ആട്ടി നിൽക്കുക. കാതുകുത്തും പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങുകയാണ്. അവള് ചെറുതായിട്ടൊരു മയക്കത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ കാറിലേക്ക് പോവാണ്.
ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. നിലമോൾ ഉറങ്ങുകയാണെന്ന് തോന്നുന്നുണ്ട്. ഉറങ്ങുന്നല്ല, ഓള് ഫുൾ ഓണായിട്ട് നിൽക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ആ കുത്തിയപ്പം ഉണ്ടായിട്ടുള്ളൊരു ഞെട്ടൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഭയങ്കര കരച്ചിലാവോ കാര്യങ്ങളെന്നൊക്കെ. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ കുത്തിയപ്പൊക്കെ ആൾ ഓക്കെ ആയിരുന്നു. നമുക്കായിരുന്നു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളാണ് കരഞ്ഞു പോയത്. അപ്പോൾ അടിപൊളി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.